ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ഫൊണ്ണു ബാബിയുടെ ബർത്ത്ഡേ കേട്ടോ. അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതേ ഫ്ലൈങ് കിസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ എടുത്തു കേട്ടോ. അതേ ഫൊണ്ണു ബാബിയും ലൂസിയും ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതേ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവനറിയില്ല അവൻ്റെ ബർത്ത്ഡേ ആണ് കാര്യങ്ങളൊന്നും. ബട്ട് അവനെക്കാട്ടും കൂടുതൽ സത്യം പറയാൻ എക്സൈറ്റഡ് ഞാനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ നമ്മൾ ഇതൊക്കെ ആയിട്ട് എൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഞാൻ ഫുള്ള് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം പയ്യിടാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോണേ. അപ്പോൾ അതേ നമ്മുടെ കൂടെ അക്കച്ചിയുണ്ട്, ഏട്ടൻ്റെ ചേച്ചി കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ അളിയനുണ്ട്, പിന്നെ ആദ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതേ നമ്മളൊരു ഹോട്ടലിലേക്ക് പോയിക്കോ. വെൽക്കം ടു അദ്വിക് രാഹുൽസ് ബർത്ത്ഡേ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല അടിപൊളി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഏട്ടൻ സർപ്രൈസ് ആയിട്ടായിരുന്നു. മീൻസ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് ബുക്ക് ചെയ്യണമെന്ന്. ബട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തായിരിക്കും, അതുപോലെ തന്നെ ഡെക്കറേഷൻസും കാര്യങ്ങളും എന്തായിരിക്കും, കേക്ക് കൂടി അറിയണ്ടായിരുന്നില്ല എങ്ങനെയാണ്, കേക്ക് എങ്ങനത്തെയാണെന്നൊന്നും ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു. അപ്പോൾ സംഭവം കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ടോം ആൻഡ് ജെറി തീംഡ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ കേക്കാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ 3 പേര് മാക്സിമം ഞങ്ങൾ മാച്ചിങ് എടുക്കാൻ നോക്കി കേട്ടോ. അവസാനം ഞാനും ഏട്ടന് കറക്റ്റ് പക്ക മാച്ചിങ് കളർ കിട്ടി. പിന്നെ ഫൊണ്ണു ബാബി ഇത്തിരി വൈറ്റിഷ് ആയിട്ടോ. പിന്നെ ഇതാട്ടെ ക്യൂട്ട് ലിറ്റിൽ കേക്ക്, ഇതാണ് ക്യൂട്ട് കേക്ക്. അപ്പോൾ കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഏട്ടൻ തന്നെ സെലക്ട് ചെയ്തതാട്ടോ, കേക്കും അതുപോലെ തന്നെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതേ കേക്ക് കട്ടിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ, കേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് മധുരം. മിക്ക കേക്ക്സൊക്കെ കഴിക്കുന്ന സമയത്ത് ചില കേക്ക്സൊക്കെ ഭയങ്കര ഷുഗർ കണ്ടൻറ്റൊക്കെ ആയിട്ട് ഭയങ്കര മധുരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ മതിയായ ഫീലായിരിക്കും. ഇത് അതുപോലെയല്ല കേട്ടോ, അധികം സ്വീറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കഴിച്ചാലും മതി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല യമ്മി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏട്ടനോട് ചോദിച്ചപ്പോൾ എന്തോ ഹണി ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്ക് എന്നാണ് പറഞ്ഞത്. ബട്ട് എനിക്ക് യൂഷ്വലി ഏട്ടൻ ഇങ്ങനെ ചെറിയ പീസ് കേക്കൊക്കെ മേടിച്ച് തരാറുണ്ട്. ഹണി എനിക്ക് അതങ്ങനെ വലിയ ഇഷ്ടമില്ല. ബട്ട് ഇതങ്ങനെയല്ല, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല യമ്മി ആയിട്ടുള്ള കേക്കായിരുന്നു. അങ്ങനെ ഇതേ നമ്മളെല്ലാവരും, അച്ഛനും അമ്മയും അതുപോലെ ഏട്ടനും അളിയനും ആദ്യം എല്ലാവരും കൂടിയിട്ട് നമ്മളതേ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഫൊണ്ണു ബാബിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അവനെന്താണ് നടക്കണേന്നും അവനൊരു ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അതേ കുറേ ഗിഫ്റ്റ്സൊക്കെ അവന് കിട്ടണു. അപ്പോൾ നല്ല അടിപൊളി ക്യൂട്ട് ടോയ്സ് ഒക്കെ ആയിട്ട് അവന് കിട്ടിയ ഹോട്ട് വീൽസ് കിട്ടി. പിന്നെ ഇതേ അക്കച്ചും അളിയനും ഒക്കെ കൂടി അവന് ഷൂ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷൂ ഒക്കെ നല്ല സൂപ്പർ ക്യൂട്ടായിട്ടുള്ള വെറൈറ്റി ഷൂ ഒക്കെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ആദിക്കുട്ടൻ സെലക്ട് ചെയ്തതാണ്. ഈ ഹോട്ട് വീൽസിൻ്റെ ഈ കാസും അതുപോലെ തന്നെ വേറെ ഏതൊരു ടോയ് ഉണ്ടായിരുന്നു കേട്ടോ, അത് അവൻ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഫൊണ്ണൂനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ ഈ കാസാട്ടോ. അപ്പോൾ കാസ് വെച്ചിട്ട് അവിടെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുൾ ടൈം. അപ്പോൾ ഞങ്ങളുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാസൊക്കെ പറക്കി കൊടുക്കുക, എന്നാലും അവനത് എടുത്തെറിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ റൂം ഫുള്ള് നമ്മുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്ററും അവരൊക്കെ വരുന്ന സമയത്ത് ഇവൻ ഈ കാസൊക്കെ എടുത്ത് പുറത്തെറിയലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചില കാസ് മിസ്സിങ് ആയി പോവായിരുന്നു. ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊക്കെ നമ്മൾ അവസാനം കണ്ടുപിടിച്ച് അവന് കൊടുത്തു കേട്ടോ. പിന്നെ ഇതേ ഫുഡ് ഐറ്റമായിട്ട് ആദ്യം തന്നെ സൂപ്പായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ചിക്കൻ സൂപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയിന്ന് കഴിച്ചുവിട്ടെങ്കിൽ വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ ചിക്കൻ ലോലിപ്പപ്പ് ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. യൂഷ്വലി ആണെങ്കിൽ എനിക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള എനിക്ക് ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. എനിക്കിങ്ങനെ ഇത് പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും വിളിക്കായിരുന്നു, വായ കഴിക്കാൻ, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്തിട്ട് അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അത് അമ്മ ട്രൈ ചെയ്തു, അമ്മയും ട്രൈ ചെയ്തപ്പോൾ പറഞ്ഞു നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണെങ്കിൽ ഒരു പ്രോൺസിൻ്റെ ഒരു ഐറ്റം ആട്ടോ, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി. പിന്നെ അതാണെങ്കിൽ ഒരു തായ് ഫ്യൂഷൻ ആണ് കേട്ടോ പറഞ്ഞാൽ. അതെനിക്ക് അധികം ഇഷ്ടമായില്ല. എനിക്കിങ്ങനെ ഫിഷ് അധികം ഇങ്ങനെ മീൻസ് വെന്തിട്ടുണ്ട്, എന്നാലും എനിക്കങ്ങനെ ഭയങ്കര സോഫ്റ്റ് മീറ്റൊന്നും എനിക്കങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. ഈ കരിച്ച് മുരിച്ച് അല്ലെങ്കിൽ മീൻ പൊള്ളിച്ചതൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ കൂന്തളുടെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ്. എന്നിട്ട് ഞാൻ ഒരു 2 സ്പൂൺ കഴിച്ചിട്ട് ഞാൻ പോന്നു കേട്ടോ. പിന്നെ ഇതൊരു ഫിഷിൻ്റെ വേറൊരു ഐറ്റം, ഫ്രൈ പോലത്തെ വേറൊരു ഐറ്റം ആണത്.
പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് അന്നേ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുഡൊക്കെ കഴിച്ച് വയ്യാണ്ടായപ്പോൾ ഞാൻ പിന്നെ പോന്നു കേട്ടോ അവിടുന്ന്. പിന്നെ അതേ ഫുണ്ണു ബാബി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആയി, കാരണം അവനാണെങ്കിൽ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പായസമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മേത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഒരു ഹുഡി ടൈപ്പ് ആട്ടോ, മറ്റേതും ഒരു ഹുഡി ടൈപ്പ് തന്നെയായിരുന്നു, പക്ഷെ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവനൊരു ഗ്രീൻ കളറായിട്ടുള്ള. പിന്നെ അതേ ബോളൊക്കെ വെച്ചിട്ട് കുറേ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതേ ഒരു ഇളനീർ പുഡിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോയതാണ്, പക്ഷേ എനിക്കെന്നത് ഞാൻ വെറുതെ ആക്ട് ചെയ്താണ്. എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. എനിക്കെന്താണെന്ന് അറിയില്ല, ഇപ്പം പ്രത്യേകിച്ച് ടേസ്റ്റൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആട്ടോ. എനിക്ക് അതെന്താണെന്ന് അറിയില്ല, ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫലൂഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഞാനും അക്കച്ചും കുറച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ബലൂണൊക്കെ കിട്ടിയപ്പോൾ തുള്ളിച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നെല്ലറാന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റൊക്കെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ അച്ഛനും അമ്മയോടും കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഞങ്ങൾ നല്ല രസമാട്ടോ അവിടെ നിന്നിട്ട്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും കുറച്ച് ഷോ ഒക്കെ കാട്ടാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊണ്ണുബാബിയാണെങ്കിൽ തുള്ളി നടക്കണ്ടായിരുന്നു. അവനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ ബർത്ത്ഡേ ഷോപ്പിങ്ങിന് പോകാനുള്ള വീഡിയോ കേട്ടോ. അപ്പം ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞ ഭയങ്കര തണുപ്പാണ്. അതേ ഞാൻ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ, കാലും അതേ സ്റ്റോക്കിങ്സ് ഒക്കെ ഇട്ടുണ്ട്. അത്രയധികം തണുവാ പറഞ്ഞ അത്രയധികം തണുവാട്ടോ. തൊണ്ടത് കിരികിരിക്കണൊക്കെ ഉണ്ട് തണുത്തിട്ട്. അപ്പൊ പൊണ്ണു പാപ്പി അച്ഛൻ വരണു. അച്ഛൻ അപ്പൊ ഏട്ടൻ വന്നു കേട്ടോ. അപ്പൊ നമ്മളിത് കയറാണ്. അപ്പൊ ഞാൻ വെച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ വിചാരിച്ചു ജോയിൻ ചെയ്തിട്ട് ഒരുമിച്ച് ഇടാന്ന് വെച്ചു കേട്ടോ. അപ്പം നമ്മൾ എമിറേറ്റ്സ് മോളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബർത്ത്ഡേക്കുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പം മോളുകൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് പാക്കിങ് ആട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് മോൾ ഓഫ് എമിറേറ്റ്സിക്ക് ആട്ടോ. ഇവിടെ ഭയങ്കര തണവെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണവാണിത്. ബാക്കിൽ നിന്ന് അച്ഛനും അമ്മയും വരുന്നുണ്ട്, ഫ്രണ്ടിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കാറിലിരുന്നിട്ട്. ഇപ്പോൾ ഒന്ന് എണീച്ച് നടന്നപ്പോഴാണ് ഒരു സമാധാനം. അതുവരെ തല വെട്ടിപ്പൊളിയുന്ന വേദനയായിരുന്നു കേട്ടോ. വേസ്റ്റൊക്കെ കളഞ്ഞു. ഇനി നേരെ ഫസ്റ്റ് തന്നെ പോണത് വാഷ്റൂമിലേക്ക് കേട്ടോ. ഇതേ പൊണ്ണും ഏട്ടനും അവിടെ ഒക്കെ ഉണ്ട്. അപ്പം ആദ്യം തന്നെ പോയത് വാഷ്റൂമിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാനും അമ്മയും കുറച്ച് പിക്സും കാര്യങ്ങളും സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. ഇതായിരുന്നു കേട്ടോ കോസ്റ്റ്യൂം. ഞാൻ സ്റ്റോക്കിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസിൽ പ്രത്യേകിച്ച് വലിയ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ട് കണ്ണീര്, അത്രയേ ഉള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല. അമ്മ എന്തൊക്കെ ചെയ്തേ? അമ്മ ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടു, പൗഡർ ചെയ്തു, നോക്ക്. പിന്നെ അതെ ഐലൈനറൊക്കെ ചെയ്തു. അച്ഛന് കുറേ സാധനങ്ങൾ വാരി പൊട്ടിയിട്ടുണ്ട്, ക്രീം, പിന്നെ അച്ഛൻ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ, എല്ലാ വയ്യകളൊക്കെ മാറി കേട്ടോ. കാറിലിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇവരോട് പറയാണ്ടാണ് എനിക്ക് വയ്യേ, എനിക്ക് തീരെ വയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇണങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കായിരുന്നു. ഇപ്പോൾ പ്രശ്നമില്ല, പക്ഷെ കാറിൽ കഴിക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റായിട്ട് പൊണ്ണു ബാബിക്ക് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് ഷോപ്പ് ചെയ്ത് നമ്മൾ ഗ്യാപ്പ് ബ്രാൻഡിൽ നിന്ന് കേട്ടോ നമ്മൾ മേടിച്ച. ഷോപ്പിൻ്റെ പേര് ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേ ഈ രണ്ടാട്ടോ മേടിച്ചാൽ നമ്മൾ പിന്നെ എല്ലാ മേടിച്ച സംഭവങ്ങളും ലാസ്റ്റ് വീഡിയോൻ്റെ എൻ്റെ ഇടുന്നതായിരിക്കും ഡ്രസ്സിൻ്റെ. നമ്മളിത് ഷോപ്പിംഗ് ബാഗൊക്കെ ആയിട്ട് നമ്മൾ പോവാട്ടോ. പിന്നെ പൊണ്ണു ബാബി ആണെങ്കിൽ അവിടെ സ്ട്രോളർ ഉള്ളതുകൊണ്ട് അതും പിടിച്ചിട്ട് പ്രാം ഉന്തിക്കൊണ്ട് നടക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2-3 ഷോപ്പിക്ക് അങ്ങനെ കയറി പോയിട്ടുണ്ടായിരുന്നു. മാക്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് വീട്ടിലൊക്കെ ഇടാനുള്ള ഡ്രസ്സും അങ്ങനത്തെ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ടോയ്സൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊന്നും കിട്ടിയില്ല. ഇത് ഞാനാണെങ്കിൽ ഞാനും എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേ പുലിയുടെ
ഇതൊക്കെ. എന്നിട്ട് അവിടെ നിന്നൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ അവസാനം വേറൊരു ഷോപ്പിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇപ്പോഴായിട്ടും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഇത് നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇത് നമ്മുടെ സാറയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്കൊന്നും പാകം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആ ബ്ലാക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എല്ലോ ഒക്കെ യൂഷ്വലി എനിക്ക് പാകമുള്ളതാണ്. ബട്ട് അവിടുത്തെ എൽ സൈസൊന്നും എനിക്ക് കയറണം കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോന്നു ഞങ്ങൾ. പിന്നെ അവസാനമായിട്ടോ വീണ്ടും ഡ്രസ്സ് അവിടെ തന്നെ പോയിട്ട് മേടിച്ച് ആ ഡ്രസ്സാട്ടോ ഞാൻ നമ്മുടെ ഫൊണ്ണൂൻ്റെ ബർത്ത്ഡേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഫൊണ്ണൂന് ഇതേ ജസ്റ്റ് ഈ സ്പൈഡർമാൻ്റെ ഇതൊക്കെ നോക്കി. ബട്ട് അത് മേടിച്ചില്ല, നമ്മൾ വേറെയാണ് ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളും ഐറ്റംസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എപ്പോഴും പോകുമ്പോഴാണെങ്കിൽ മോണ്ടിസോറി ടൈപ്പ് ടോയ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അങ്ങനത്തെ ഒക്കെ വേണ്ടിയിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ആട്ടോ നോക്കാറ്. ചില ഷോപ്പുകളിലൊക്കെ അത് ഉണ്ടാവാറുണ്ട്, ചില ഷോപ്പുകളിലൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ. പിന്നെ ഇതേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കാണ് മോണ്ടിസോറി ടോയ്സ്. ചില ഷോപ്പുകൾ മീൻസ് സെൻറ്റർ പോയിന്റിലുണ്ട്, അങ്ങനെ കുറച്ച് ഷോപ്പുകളിലൊക്കെ ഉള്ളു. കെയർഫോറിൽ അവിടെ നോക്കിയപ്പോഴൊന്നും മോണ്ടിസോറി ടോയ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. നോർമൽ കാസ്, അങ്ങനത്തെ ടെഡി ബെയർ, പിന്നെ ഗണ്ണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ബോയ്സിന് പറ്റിയ ടോയ്സ്. അല്ലാണ്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനോ അങ്ങനെ അതിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഞാൻ ഓരോ നോക്കുകയാണ് എന്താണ് അതിൻ്റെ ഇത് എന്നൊക്കെ നോക്കിയിട്ട്. പിന്നെ കുറേ ടോയ്സ് ആവശ്യമില്ലാത്ത മീൻസ് കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെയാണ് ഇപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യാറ് കേട്ടോ. പിന്നെ അവൻ എവിടെ കാറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പോയിട്ട് ഓടിക്കലും ഇതൊക്കെയായിട്ട്. പിന്നെ വരുമ്പോൾ അങ്ങനെ വേഷം കിട്ടൊന്നുമില്ല, അത് വേണം അല്ലെങ്കിൽ ഇത് വേണം അങ്ങനെ ഓളിട്ട് കരച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. അവനത് അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വാശും കാര്യങ്ങളൊന്നുമില്ല. അവൻ്റെ തന്നെ മുന്തി നടക്കണം, ലൈക്ക് അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ അച്ഛനാട്ടോ ഷൂട്ട് ചെയ്ത് തരണേ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കുറേ ബസ്സും ഇങ്ങനത്തെ ഒക്കെ ടോയ്സൊക്കെ 2 റിയലിന് നശിക്കാവുന്ന ടൈപ്പ് ടോയ്സ് ആണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഈ സൈഡിൽ കണ്ടില്ലേ. അതൊക്കെ അങ്ങനത്തെ ഒക്കെ അക്കച്ചൊക്കെ അവന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫോണിൻ്റെ ഒക്കെ അതൊക്കെ അവൻ ചെറുപ്പത്തിലൊക്കെ ആദ്യമായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയിലിരുന്ന് നോക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവതെടുത്ത് വലിച്ചെറിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ടോയ്സ് ഒന്നും ഇപ്പോൾ മേടിച്ചു കൊടുക്കാറില്ല. പിന്നെ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ വേറെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയ്ക്കും പൊണ്ണൂന് ഗിഫ്റ്റ്സ് മേടിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് അതേ ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മേടിച്ചു നമ്മൾ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു രണ്ടും. അത് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഇത് ബാഗൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലൂ കളർ ടെഡി ബാഗൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കുറേ എന്താ പറയുക മോണ്ടിസോറി ടൈപ്പ് ടോയ്സ് അല്ല, ബാക്കിയുള്ള ഡിഫറെൻറ്റ് ടോയ്സും കാര്യങ്ങളും ബ്ലോക്സും ഒക്കെ അവനുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊന്നും മേടിച്ചില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നോക്കി, ഫുള്ള് കുറേ പെൺപിള്ളേർക്കാണെങ്കിൽ കുറേ കിച്ചൺ സെറ്റും അതുപോലെ തന്നെ ഡോൾ ഹൗസും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഫുണ്ണു ബാബി ഇതേ ബാഗൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരമൊക്കെ അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് നടന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനായിരുന്നു ഇട്ടിട്ട് നടക്കണ്ടായിരുന്നു, അത് എനിക്ക് ഇടാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചാൽ അതിനൊന്നും വീഡിയോ എടുക്കില്ല, ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. രാത്രി 12 വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇതൊക്കെ ആട്ടോ മേടിച്ചതാണ് എൻ്റെ ഡ്രസ്സ്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ സാറെന്ന് മേടിച്ചത്. പിന്നെ ഇതും ഏട്ടന് സാറെന്ന് മേടിച്ചതാട്ടോ, ഒരു വൂളൻ ടൈപ്പ് ക്രോഷെറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പാട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ ഫൊണ്ണൂനൊരു ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആട്ടോ വേറെ എക്സ്ട്രാസ് ആയിട്ട് ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചത്. പിന്നെ അവന് കുറച്ച് ഡ്രസ്സൊക്കെ വീട്ടിലിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അല്ലാതെ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, അതൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. ഇതാണ് മൊത്തത്തിൽ നമ്മുടെ ഫൊണ്ണുബാബിയുടെ ബർത്ത്ഡേ ഡ്രസ്സ് കേട്ടോ. ഇതും പാൻസ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. വീഡിയോസ് ഒന്നും എടുത്തില്ല, തല വെട്ടി പൊളിഞ്ഞിട്ട് വയ്യ. ഓടി നടന്നിട്ട് അവിടെ ഓടി നടക്കുക. ഇപ്പോൾ സമയം കൊണ്ടുവന്ന് ബർത്ത്ഡേ ആണ്, ഇനി 15 മിനിറ്റ്സ് വയ്യാണ്ടായി കൊണ്ട് പറഞ്ഞിട്ടില്ല. ഹാപ്പി പൊണ്ണു ഉമ്മ കൊടുത്ത് ഉമ്മ. അച്ചടാ
പൊണ്ണുബാബിയുടെ ബർത്ത്ഡേക്ക് ഞാനൊരു ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ആട്ടോ ഞങ്ങൾ തായ്ലൻഡിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം എടുത്ത് വെച്ചിട്ടുള്ളതാട്ടോ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കി എന്ത് ക്യൂട്ടല്ലേ, നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള 2 ഷൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പിന്നറും ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ലൂസിക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ലൂസി കുറെ നേരം കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.